എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത മാമ്പഴക്കാലം വന്നു അല്ലേ? അപ്പോൾ അതെ, മാങ്ങാപ്പഴമൊക്കെ സുലഭമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന മാമ്പഴത്തിൻ്റെ ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനത്തെ നാട്ടുമാങ്ങ കേട്ടോ കുറച്ചെടുത്തേക്കണത്. ഏത് തരം മാങ്ങ വേണമെങ്കിലും എടുക്കാം. നമുക്ക് അല്ലാത്ത മൂവാണ്ടനോ അല്ലാത്ത മാങ്ങയൊക്കെ ഇല്ലേ, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ നാട്ടുമാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുവാണ്. തൊലി കളയാണ്ട് നമുക്ക് തൊലിയോട് കൂടി അങ്ങ് പിഴിഞ്ഞാലും കിട്ടും കേട്ടോ. മൂവാണ്ട മാങ്ങ അതോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ മാങ്ങയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അത് ചെത്തിയിട്ട് പീസാക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഇവിടെ മാമ്പഴത്തിൻ്റെ ജ്യൂസൊക്കെ അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഈ മാങ്ങാപ്പഴത്തിൻ്റെ നമ്മൾ അരിച്ചൊക്കെ എടുത്തത് ഇത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും എഴുന്നേരം ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല, ഇതൊന്നുമില്ലേ. പണ്ട് കാലത്തൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴം ഇങ്ങനെ പായലോ പരമ്പയിലോ അങ്ങനെയൊക്കെയല്ലേ ട്രഡീഷണൽ രീതിയിലല്ലോ അന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത് സാധിക്കില്ല. ഇപ്പം ഈ ജ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി ഇത് കുറുക്കിയെടുത്താൽ നമുക്ക് അത്രയും കണ്ടൻറ്റ് അങ്ങ് കുറയുമല്ലോ. അന്ന് പായലും പരമ്പയിലൊക്കെ ഈ മാങ്ങാപ്പഴം അങ്ങനെ തന്നെ അങ്ങ് ഉരച്ച് തേച്ച് വീണ്ടും അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടാക്കണവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്ക് അത്രയും ആ രീതിയിലൊന്നും പ്രായം വരുമ്പോൾ ഇല്ലാത്തത് മാത്രമല്ല, അത്രയും സമയം അതൊക്കെ ഉണക്കി ഒരു ലെയർ ഇട്ടിട്ട് അത് ഉണക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് അന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ രീതിയിൽ നമുക്ക് നടക്കില്ലല്ലോ. എന്നാലും നമുക്ക് ഇത് തിന്നാനുള്ള കൊതിയുണ്ടല്ലോ. ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്പം മാങ്ങാപ്പഴത്തിന് മധുരം കുറവുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇടുന്നത് അത്ര സുഖകരമായ കാര്യമല്ല അല്ലേ. എന്നാലും ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മാമ്പഴത്തിൻ്റെ മധുരം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി എത്തി. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തണുത്ത് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ഒരു മൂടിയാട്ടോ ഞാൻ എടുക്കണേ. അപ്പോൾ അതിലല്പം ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കണേണ്. ഇനി നമ്മുടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല കട്ടി കുറച്ച് ഒഴിക്കണം. എല്ലായിടത്തും ഒരേ ലെവലിൽ വരാൻ പാകത്തിന് ഒഴിക്കണം. തീരെ കട്ടി കുറഞ്ഞാവണേക്കാളും എനിക്കിഷ്ടം ഇത്തിരി കട്ടിയുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ഒരു കട്ടിയില്ല. കട്ടി കൂടുമ്പോൾ നമുക്ക് നല്ല വെയിൽ വേണം. അതാണ് ഒരു ഇതുള്ളത്. നല്ല വെയിലൊക്കെ ആണെങ്കിൽ 1.5 ദിവസം കൊണ്ട് ഇത് റെഡിയായി കിട്ടും കേട്ടോ. കട്ടി കൂടണനുസരിച്ച് വെയിലിൻ്റെ ദിവസം കൂടണം. ഞാൻ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി വെയിലത്തുകൊണ്ട് വയ്ക്കട്ടെ. ഭയങ്കര ഒരു പരിപാടിയുടെ ഫിനിഷിങ് പോയിൻ്റ് കേട്ടോ. ഫിനിഷിങ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മാങ്ങാപ്പഴ തിര ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാട്ടിത്തരാം. ഇത് ഏകദേശം ഒരു 2-3 വെയിലിനാട്ടോ റെഡിയായി കിട്ടിയത്. ഒരു 3 വെയിൽ അത്ര എടുത്തു. ഞാനപ്പോൾ ഇത് കത്തിക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. പൊക്കിയെടുക്കാം. കണ്ടോ, ഞാൻ അല്പം ഓയിൽ ഗ്രീസ് ചെയ്താട്ടോ വെച്ചത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റോൾ ചെയ്തും കൂടെ എടുക്കാം. കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. കണ്ടോ, തരാൻ കേട്ടോ. ഒരു മിനിറ്റ്. പൊന്നിന് ഇത്തിരി കട്ട് ചെയ്താണ് കൊടുക്കട്ടെ. ടേസ്റ്റ് നോക്കിയ ടേസ്റ്റ് കൊച്ചു തിന്നാത്തതല്ലേ. ഇത് ഞാൻ അല്പം കട്ടിക്ക് വെച്ചതാട്ടോ. സൂപ്പറാണോ? ഇഷ്ടമായോ? അപ്പോൾ ഇതങ്ങ് റോൾ ചെയ്തെടുക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയങ്ങ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ പൊന്നോ? അടിപൊളി സാധനമാണോ? സന്തോഷമായോ? അപ്പം ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ കേട്ടോ.
അപ്പോൾ ആ ഒരെണ്ണത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. ഞാനതൊന്നും ഇവിടെ റോൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് എടുത്തതാണ്. ഇത് ഞാൻ ഓയിലൊന്നും ഗ്രീസ് ചെയ്യാണ്ട് എടുത്തതാണേ. ഇതും പറഞ്ഞു പോരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ടോ ബുദ്ധിമുട്ടില്ല. അതാ പതിയെ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടോ ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുത്താൽ മതി കേട്ടോ. ഇതാ ഞാൻ ഇതിൽ വീഡിയോയ്ക്കകത്ത് ഇതുണ്ടാക്കിയപ്പോൾ അല്പം ഏലക്കയും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇതാ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഈ മാമ്പഴക്കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഇതുവരെ തിന്നിട്ടും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് തിന്നണേ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമാതിരി മാങ്ങാപ്പഴമൊക്കെയുള്ള സമയമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ മാതിരി കണ്ടോ ഒട്ടിപ്പിടിക്കാണ്ട് പൊളിഞ്ഞു പോലും ഇങ്ങനെ കണ്ടോ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം കണ്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി കട്ടി കൂട്ടിയെടുത്താ കേട്ടോ. ഇത്തിരി കട്ടിയിലാണ് ചെയ്തത്. അതുകൊണ്ട് ഇത്തിരി 3 ദിവസമൊക്കെ വേണ്ടി വന്നു. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് ഒരുമാതിരി ഉണങ്ങി കിട്ടി. എന്നാലും ആദ്യത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ വെയിലിന് ഇത് നല്ല അടിപൊളിയായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പൊന്നു പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പൊന്നു പറഞ്ഞില്ലല്ലോ. സൂപ്പറാ അല്ലേ. ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ കാണാം.